പൈനാപ്പിളിലെ മുള്ളില്ലാത്ത ഒരു വെറൈറ്റിയാണിത്. ഇതിൻ്റെ തൂക്കം എന്ന് പറഞ്ഞാൽ ഏകദേശം എനിക്കൊരു 5 കിലോ തൂക്കം വരെ കിട്ടിയിട്ടുണ്ട്. നല്ല രീതിയിൽ വളപ്രയോഗം കൊടുത്താൽ അതിന് കൂടുതൽ വെയിറ്റ് വരുന്ന ഒരു ഇനം പൈനാപ്പിളാണിത്. ഇതിൻ്റെ ഹെഡിൽ കണ്ട 2 ക്രൗണാണ് വരുന്നത്. പൈനാപ്പിൾ ഇനങ്ങളിൽ ഒരു നല്ല വെറൈറ്റി തന്നെയാണിത്. ഇതിൻ്റെ സ്വീറ്റ്നെസ് എന്ന് പറഞ്ഞാൽ ഈവൻ മഴക്കാലത്താണെങ്കിൽ പോലും നമുക്ക് നല്ല മധുരമുള്ള ഒരു വെറൈറ്റിയാണിത്. ഇതിൻ്റെ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ മുള്ളില്ല, ഇതിൻ്റെ ലീഫിന് മുള്ളില്ല. അതുകൊണ്ട് നമുക്ക് അനായാസം ഇതിൻ്റെ ഇടയിലൂടെയൊക്കെ നടക്കാൻ പറ്റുന്നുണ്ട്. തീരെ മുള്ളില്ലാത്തൊരു ഇനമാണ്. മുള്ളില്ലാത്ത ഇനം പൈനാപ്പിളിൽ ഒരുപാട് വെറൈറ്റികളുണ്ട്. നമ്മുടെ നാട്ടിലുണ്ടായിരുന്ന നാടൻ ഇനങ്ങളൊക്കെ ഉണ്ട്. ഹായ് കൂട്ടുകാരെ, അങ്ങനെ നമ്മുടെ ഈ കൊല്ലത്തെ മുള്ളില്ലാത്ത പൈനാപ്പിൾ ഏകദേശം എല്ലതും ആയി തുടങ്ങിയിട്ടുണ്ട്. ഇവിടെ ചിലതൊക്കെ വെയിറ്റ് കൂടിയിട്ട് പൊട്ടിയിട്ടുണ്ട് കേട്ടോ. ഈ ഭാഗത്തു നിന്ന് പൊട്ടിച്ചാടിയിട്ടുണ്ട്. സപ്പോർട്ടൊന്നും കൊടുക്കാത്തതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത്. മുള്ളില്ലാത്ത പൈനാപ്പിളാണ്. രാജാ കിങ് എന്ന് പറയുന്ന ഒരു വെറൈറ്റിയാണിത്. മുള്ളില്ലാത്ത പൈനാപ്പിളുകൾ ധാരാളം ഉണ്ടെങ്കിലും അതിൽ ഏറ്റവും നല്ലൊരു വെറൈറ്റിയാണ് ഇത്, രാജാ കിങ് എന്ന് പറയുന്ന വെറൈറ്റി. ഈ പൈനാപ്പിൾ നമുക്ക് കട്ട് ചെയ്ത് നോക്കാം. ഇതെങ്ങനെ പോയാലും ഒരു 5 കിലോളം തൂക്കം വരുന്നുണ്ട്. നമുക്കിതിൻ്റെ തൂക്കം ഒന്ന് നോക്കാം. ഇതാണ് സാധനം. വലിപ്പം എങ്ങനെ ഫീൽ ചെയ്യുന്നുണ്ടെന്ന് എനിക്കറിയില്ല. സ്മെല്ല് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ, പഴുത്ത് തുടങ്ങിയിട്ടുണ്ട്. നല്ല അടിപൊളി സ്മെല്ലാണ്. പിന്നെ അത് മാത്രമല്ല, ഈ പൈനാപ്പിളിൻ്റെ പ്രത്യേകത, മുള്ളില്ലാത്ത പൈനാപ്പിൾ ഒരുപാട് വെറൈറ്റി ഉണ്ടെങ്കിലും ഈ ഒരു വെറൈറ്റിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ നല്ല മധുരമാണ്, നല്ല ജ്യൂസിയാണ്, നല്ല ടേസ്റ്റുള്ള വെറൈറ്റിയാണ്. ഇനിയുണ്ട് റെഡിയായി നിൽക്കുന്നത്, നമുക്ക് നോക്കാം. പൈനാപ്പിൾ നമ്മൾ കവർ ചെയ്ത് കൊടുത്തതായിരുന്നു. ഇതും ഏകദേശം പഴുത്ത് തുടങ്ങിയിട്ടുണ്ട്. പൈനാപ്പിൾ നമുക്ക് കട്ട് ചെയ്ത് നോക്കാം അല്ലേ. ഇതും ഏകദേശം ഒരു 4-5 കിലോ തൂക്കം വരുന്നത് തന്നെയാണ്. മുള്ളില്ലാത്ത പൈനാപ്പിളിൽ നല്ലൊരു വെറൈറ്റി തന്നെയാണ് ഈ രാജാ കിങ് എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും നമ്മൾ വെക്കേണ്ട ഒരു വെറൈറ്റി തന്നെയാണ്. ഒരുപാട് പേര് ഇതിൻ്റെ തൈകൾ ചോദിച്ചിട്ടുണ്ട്. തൈകളൊക്കെ ഇവിടെ റെഡി ആവുന്നുണ്ട്. ചോദിച്ച എല്ലാവർക്കും നമ്മൾ തൈകൾ കൊടുക്കുന്നതാണ്. നമ്പർ ഇതിൽ കൊടുത്തിട്ടുണ്ട്, എല്ലാവരും കോൺടാക്റ്റ് ചെയ്യുക. എല്ലാവർക്കും തൈ റെഡിയാക്കി കൊടുക്കുന്നതാണ്. നമ്മളിതിപ്പോൾ കട്ട് ചെയ്ത പൈനാപ്പിളിൻ്റെ വെയിറ്റ് 270 ഗ്രാം. 5 കിലോയും 270ഓളം ഗ്രാമും വരുന്ന ഈ പൈനാപ്പിളാണ് നമ്മളിപ്പോൾ പറഞ്ഞ പൈനാപ്പിൾ. വലിപ്പം മാത്രമല്ല, ഈ പൈനാപ്പിളിൻ്റെ രുചിയുടെ കാര്യത്തിലും ഒരു സംശയം വേണ്ട. ഈ ഒരെണ്ണത്തിൻ്റെ വെയിറ്റ് 4 കിലോയും 300 ഗ്രാമും.